രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച AKG സെന്ററിൽ നടന്നിരുന്നു. ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാണ് എന്നുള്ള നിർണായകമായ വിവരവും പുറത്തു വരുന്നുണ്ട്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, വലിയ ചർച്ചയായിരുന്നു. രാജ്യസഭാ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകാൻ തയ്യാറായിരിക്കുകയാണ് CPM. എങ്ങനെയാണ് തീരുമാനമുണ്ടായത്? ഇപ്പോൾ അല്പം മുമ്പ് ചേർന്ന LDF മുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവരം ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഈ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലൊരു തീരുമാനത്തിലേക്ക് LDF പ്രത്യേകിച്ച് CPM ഒന്നും തന്നെ പോകില്ല എന്നുള്ളതായിരുന്നു നമുക്ക് ലഭ്യമായിരുന്ന വിവരം. ഏതായാലും അതിന് സമാനമായ രീതിയിൽ തന്നെ CPIക്കും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും ഈ സീറ്റുകൾ വിട്ട് നൽകിക്കൊണ്ട് തീരുമാനത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ LDF മുന്നണി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനമായി മൂന്ന് പേരാണ്, അതായത് CPMന്റെ മുതിർന്ന നേതാവ് എളമരം കരീം, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള 3 സീറ്റുകളാണ് ഇപ്പോൾ ജൂലൈ 1-ന് അതിന്റെ കാലാവധി തീരുന്നത്. അതിൽ 2 സീറ്റുകളിൽ LDFന് അവരുടെ അംഗങ്ങളെ ജയിപ്പിച്ച് അയക്കാം. അതിൽ ആ സീറ്റുകളെ ചൊല്ലിയാണ് വലിയൊരു തർക്കം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മും CPIയും RJDയും NCPയും ഈ സീറ്റുകൾക്ക് അവകാശവാദവുമായി CPMന് പിന്നാലെ എത്തിയിരുന്നു. അതോടുകൂടിയാണ് ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. CPM ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും ഈ 3 പാർട്ടികളും ഇത്തരത്തിൽ അവകാശവാദവുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് ഈ ഒരു സീറ്റ് വിട്ടു നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് CPM എത്തി നിൽക്കുന്നത്. അങ്കർലം CPMനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി ജയിപ്പിച്ച് അയക്കാമെങ്കിൽ പോലും ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു തീരുമാനവും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മുന്നണി യോഗം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ LDF കൺവീനർ ET ജയരാജനെ സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു കുരുക്കിലായിരുന്നു CPM ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഒരു സീറ്റിൽ 3 പാർട്ടികൾ ഒരു സീറ്റിൽ അവകാശവാദവും ഉന്നയിച്ച് രംഗത്ത് എത്തിയിരുന്നു. അവരെ അനുനയിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും CPMന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. അതായത് ഒരു CPIയുമായിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം സാധ്യമാണോ എന്ന് ആദ്യഘട്ടത്തിൽ പരിശോധിച്ച് ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി. പക്ഷേ CPI യാതൊരു കാരണവശാലും രാജ്യസഭ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മുമായും ഇത്തരത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജോസ് കെ മാണിക്ക് തന്നെ രാജ്യസഭാംഗത്വം നൽകണമെന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മും ഉള്ളത്. അല്ലെങ്കിൽ മുന്നണി വിടുന്ന അടക്കമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഒരു പക്ഷേ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം CPM ഇപ്പോൾ ഏതായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ന് വേണം പറയാൻ. രാഷ്ട്രീയ തീരുമാനമാണ് CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. മുന്നണി കെട്ടുറപ്പോടുകൂടി നിലനിർത്തുക എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അസാധാരണമായ തീരുമാനമാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഘടകകക്ഷികൾക്ക് വേണ്ടി CPM വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ നേതൃത്വത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPM ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉറപ്പായും ഒരു സീറ്റിൽ CPM മത്സരിക്കും എന്നതായിരുന്നു സാധാരണ കീഴ്വഴക്കവും പതിവും എങ്കിൽ അതിൽ നിന്ന് ഭിന്നമായൊരു നിലപാട് ഇപ്പോൾ CPM സ്വീകരിക്കുകയാണ്. കേരള കോൺഗ്രസിനും CPIക്കും രാജ്യസഭാ സീറ്റ് നൽകാം എന്നതാണ് തീരുമാനം. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി മുന്നണി വിട്ടു പോകുമോ എന്ന ആശങ്കയും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങൾ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് ഉയരുന്നതും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. സ്റ്റെഫിൻ, ഒരുപക്ഷെ മറിച്ചൊരു തീരുമാനമായിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് അടക്കം പുനർവിചിന്തനം നടത്തിയേക്കാം മുന്നണിയിൽ തുടരുന്ന കാര്യത്തിൽ എന്ന അപകടം ഉൾപ്പെടെ കണ്ടുകൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വിട്ടുവീഴ്ചയിലേക്ക് CPM എത്തിയത്? അത്തരത്തിലുള്ളൊരു നീക്കം കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ അത് മധ്യകേരളത്തിലടക്കം LDFന് വലിയ തലവേദനയാകും, വലിയൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിനെ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലൂടെ അനുനയിപ്പിച്ച് നിർത്തുക എന്നൊരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഭരണപരിഷ്കാര കമ്മീഷന് ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് പദവികൾ നൽകാമെന്ന ഒരു ആശയം കേരള കോൺഗ്രസ് എമ്മിന് മുന്നിലേക്ക് CPM വെച്ചെങ്കിൽ പോലും അവർ അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. രാജ്യസഭാ എന്ന ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും അത് കേരള കോൺഗ്രസ് എം നേടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ CPIക്കും അതോടൊപ്പം തന്നെ ഈ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന തരത്തിൽ തന്നെ CPIയും ഉറച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അനുനയിപ്പിക്കാൻ യാതൊരു തരത്തിലുള്ളൊരു ഫോർമുലകളും ഇല്ലാതെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM സ്വന്തം സീറ്റ് വിട്ടു നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നമ്മൾ കണ്ടതാണ് പല സിറ്റിംഗ് സീറ്റുകളും CPM കേരള കോൺഗ്രസ് എമ്മിന്
വിട്ടു നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ രാജ്യസഭയിലേക്കും ഒരു അംഗത്തെ അയക്കുമ്പോൾ അതും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ CPM തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് LDF കൺവീനറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ LDF യോഗം കഴിഞ്ഞ് മുന്നണിയിലെ കക്ഷി നേതാക്കളെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ മടങ്ങിയിട്ടുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഈ LDF യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഈ സീറ്റ് ലഭിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ധാരണ ആയതിനു ശേഷം ജോസ് കെ മാണിയുടെയോ ബിനോയ് വിശ്വത്തിന്റെയോ പ്രതികരണം ലഭിച്ചിരുന്നുണ്ടോ? ഈ നേതാക്കൾ പൊതുവിൽ പങ്കുവയ്ക്കുന്ന വികാരം എന്താണ്? ഇതുവരെ എന്തായാലും പ്രതികരണത്തിലേക്ക് കടക്കാനായിട്ട് നേതാക്കൾ തയ്യാറായിട്ടില്ല. LDF കൺവീനർ അക്കാര്യം സൂചിപ്പിക്കും, അതിനുശേഷം പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ EP ജയരാജൻ വാർത്താ സമ്മേളനത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് LDF കൺവീനറിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രണ്ട് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു നിലപാടിലേക്ക് CPM എത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും LDF യോഗം കഴിഞ്ഞ് എല്ലാ കക്ഷി നേതാക്കളും തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ EP ജയരാജൻ വാർത്താ സമ്മേളനം ആരംഭിക്കും. മുന്നണി കൺവീനർ EP ജയരാജൻ വാർത്താ സമ്മേളനം നടത്താനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ ധാരണയെക്കുറിച്ച് വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇടതുമുന്നണി യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഘടകകക്ഷികളുമായി CPM ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തിയത്, ഉഭയകക്ഷി ചർച്ച നടത്തിയത്. ആ ചർച്ചയിലെ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് മുന്നണി യോഗം എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഘടകകക്ഷികളെ ഒപ്പം നിലനിർത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ചുമതല അത് CPM മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു. CPM വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇത്തരം തീരുമാനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അതിനിടയിൽ ആണിപ്പോൾ കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആ നിലയിൽ തന്നെ ഘടകകക്ഷികൾക്ക് സീറ്റ് വിട്ടു നൽകാം, CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും സീറ്റ് വിട്ടു നൽകാം എന്ന ധാരണയിലേക്ക് ഇടതുമുന്നണി യോഗത്തിൽ CPM എത്തിച്ചേർന്നിരിക്കുന്നത്. AK സ്റ്റെഫിനാണ് AKG ചാനൽ വിവരങ്ങളുമായി തുടരുന്നത്. സ്റ്റെഫിൻ, കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി, CPIയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ നിലയിൽ തന്നെ ആയിരിക്കുമോ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം? രതീഷ്, ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഒരുപക്ഷെ ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ CPIയിൽ ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള വ്യക്തതകൾ തുടരുന്നുണ്ട്.